അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്ങനെയായാലും പാട്ട് നല്ലതായിരുന്നല്ലോ. അത് രണ്ടാമത്തെ പ്രശ്നം. ആ പാട്ടിന്റെ ഇടയ്ക്ക് അപ്പുറത്തെ വീട്ടിലെ പശു കരയുന്നുണ്ട്. അപ്പൊ അതിൽ ആരാ പാടുന്നതെന്ന് കാണുന്നവർക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് അങ്ങനെ അവളോട് ഇടണ്ടെന്ന് പറഞ്ഞത്. നാളെ ഡൽഹി ലാബിലോട്ടൊന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് റിസൾട്ട് കൂടെ ചോദിക്കണം. ലാബോ? റിസൾട്ടോ? എന്തയച്ചു കൊടുക്ക? അല്ല, നീ ഇപ്പൊ പറഞ്ഞത് ചിരിക്കാൻ വല്ല ഉണ്ടോന്നേ അവര് നോക്കിയിട്ട് പറയട്ടെ. അതിൽ ചിരിക്കാനൊക്കെ ഉണ്ട് അച്ഛമ്മേ. അയ്യ, അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് നാളെ അമ്മ അടിക്കാൻ വരുമ്പോഴേ എന്റെ പുറയിൽ ഒളിക്കാൻ പാ, ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ എന്ത് പറഞ്ഞാലും തർക്കുത്തരം. മുതിർന്നവരോട് ഒരു അനുസരണ എന്ന് പറഞ്ഞില്ല. പെണങ്ങല്ലേ മോളെ. ആരും അറിയാതെ അലമാരിൽ ചോക്ലേറ്റ് എടുത്തു തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഓർത്തോണം. അമ്മേ, പ്രായമുള്ളവരെല്ലാരും ഞാൻ ബഹുമാനിക്കണം. എടി, ഈ ബഹുമാനം എന്ന് പറയുന്നത് പ്രായത്തിലല്ല ഇരിക്കുന്നത്. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്ക് എന്നാ. എന്നുവെച്ചാ